ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. സെറാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെറിയ ഡേ മൈ ലൈഫാണ്. ഇന്ന് എൻ്റെ ദിവസത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു അതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പം നേരെ ചെന്ന് നമുക്ക് നമ്മളെ എന്താ പറയുക, എഡിറ്റിംഗ് സെറ്റപ്പ്, ഗെയിമിംഗ് സെറ്റപ്പ് ഈ റൂമിൽ നിന്നാണ് ഞാൻ ചെയ്യുന്നത്. 2 മോണിറ്ററേ ഉള്ളൂ. അതത്രേ ഉള്ളൂ, വലിയ സെറ്റപ്പ് ഒന്നുമില്ല. ഇതാണ് എൻ്റെ ഗെയിമിംഗ് സെറ്റപ്പ്. 2 സ്പീക്കർ, അല്ല പി സിയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ബെഡ്റൂമുകൾ കണ്ടു കാണുമായിരിക്കും, അത് ഞാൻ കാണിക്കുന്നില്ല. പിന്നെ നമുക്ക് ഇനി താപ്പോട്ട് പോകാം. വീട് മൊത്തം മാറ്റം വരുന്നുണ്ട്. അപ്പം കൂടെ പൈസ അനുസരിച്ച് കുറച്ച് ജോലി ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ കിച്ചൺ പോയി നോക്കാം. ചെറിയൊരു കിച്ചണാണ്, ഞാൻ മാത്രമുള്ളതുകൊണ്ട് എൻ്റെ ഒരു ആവശ്യത്തിനുള്ള കിച്ചണാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഇനി ടി വി കാര്യങ്ങളൊക്കെ നോക്കാം. ഒരു ചെറിയ ടി വിയും 2 സ്പീക്കറേ ഉള്ളൂ. 2 സ്പീക്കർ ആക്കിയുള്ളൂ. ഞങ്ങൾക്ക് വെളിയിലോട്ട് പോയി നോക്കിയാലാണെങ്കിൽ വെളി നമ്മൾ ടൈലിട്ടിട്ടുണ്ട് വെളിയിൽ. ഇനി അത് മൊത്തം ഇനി നമ്മൾ ഈ ടൈലാക്കണം. അപ്പം ഈ ടൈലാണ് ഇപ്പോൾ നല്ല പൈസയായി. അപ്പം അതുകൊണ്ടാണ് പകുതിക്ക് വെച്ച് ജോലി നിർത്തിയേക്കുന്നത്. ഇനിയിപ്പോൾ ജോലിയൊക്കെ ചെയ്യണം. എന്നിട്ട് നീ മേലോട്ട് കയറി പോകാമെങ്കിൽ മേളിലും കുറച്ച് മാറ്റങ്ങളൊക്കെ നമ്മൾ വരുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ ഡോറ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ ചെറിയ പാർട്ടി ഏരിയ ആണ്. നമുക്ക് ഓഫീസിൽ നിന്നുള്ള പ്രൊമോഷൻ കിട്ടി ഇവിടെ നിന്ന് പാർട്ടിയൊക്കെ നടത്താനുള്ള ഒരു ചെറിയൊരു പാർട്ടി ഏരിയ ആണ് ഇവിടെ, നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുമ്പോൾ ഉള്ള. അതല്ലാതെ ഇങ്ങോട്ടും വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഇവിടെ പിന്നെ നമുക്ക് ഇവിടെ ഇത്ര മാറ്റങ്ങളൊക്കെ ഉള്ളു ഗൈസ്. ഞങ്ങൾക്ക് ഈ ഡോർ തുറന്നങ്ങ് അകത്ത് കയറിയേക്കാം. എന്താ ഗൈസ് അടിച്ചോ? അതില്ല. അപ്പോൾ ഇനി ഡോർ തുറന്ന് അകത്ത് കയറി ഞങ്ങൾക്ക് മേളിൽ പോകാം ഗൈസ്. താരങ്ങൾ പോയതാണെങ്കിൽ മേളിൽ പോയതാണെങ്കിൽ ചെറിയൊരു ജിമ്മ് സെറ്റപ്പ് കാര്യങ്ങൾ. ഇവിടെ ഫുള്ള് മഞ്ഞാണ്. അവിടെ തുറക്കാത്ത ഗൈസ്, അവിടെ ഫുള്ള് മഞ്ഞാണ്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഗെയിമിങ് ഏരിയ ആണ്. അവിടെ ഫുള്ള് മഞ്ഞാണ്. അങ്ങോട്ട് പോകത്തില്ല. ഇവിടെ 2 സ്പീക്കറൊക്കെ വെച്ചിട്ടുണ്ട്. എൻ്റെ പേര് ഞാൻ പറഞ്ഞത് പൂളോ അങ്ങനെ എങ്ങോട്ടോ എല്ലാവരും പേര് ഞാൻ മറന്നുപോയി. പിന്നെ നമ്മളെ ജിമ്മ് കാര്യങ്ങൾ കാണാൻ പോവുകയാണെങ്കിൽ വലിയ ജിമ്മൊന്നുമില്ല, ഒരു ചെറിയ ഹോം മെയ്ഡ് ജിമ്മാണ്. നമുക്ക് ആർക്കാണെങ്കിലും വീട്ടിൽ ചെയ്യാമെന്ന് വെച്ചാൽ ഒരു ജിമ്മാണ്. അതായിട്ട് ഞങ്ങൾക്ക് താപ്പോട്ട് ഞങ്ങൾ ഇറങ്ങി പോയേക്കാം ഗൈസ്. വണ്ടിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നോക്കാം. വണ്ടിയൊക്കെ റിവീലാക്കിയിട്ട് 2 ദിവസം ആയതേ ഉള്ളൂ. പഴയ വണ്ടിയായിരുന്നു. അപ്പോൾ നമ്മൾ പുതുക്കി പണിഞ്ഞ നമ്മളെ കോയിൻ വണ്ടിയാണ്. നമ്മളെ M5 പോയി ഗൈസ്. നമ്മളെ BMW ചേർക്കാൻ പോയി. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടി ഇറക്കാൻ കാരണം. നമ്മൾ ഇനി ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല ഇനി ഈ വണ്ടി ആയിരിക്കും. വണ്ടി കാണിച്ചു തരാം. അത് ഈ ജീപ്പാണ് നമ്മുടെ ഗ്ലാസി സെറോക്സ് ഒഫീഷ്യൽ എന്ന് എഴുതിയിട്ടുണ്ട്. സെറോക്സ് ഒഫീഷ്യൽ ഇന്നലെ കൊണ്ടുപോയി ക്ലീൻ ആക്കിയിട്ടിരിക്കുന്ന വണ്ടിയാണ്. പിന്നെ ഇന്ന് ഞങ്ങളുടെ വീണ്ടും ആവും. ബാക്ക് നമ്മൾ സെറോക്സ് എന്നൊക്കെ നെയിം ബോർഡൊക്കെ അടിച്ച് മാറ്റങ്ങളൊക്കെ ഇന്നലെ തന്നെ കൊണ്ടുപോയി വരുത്തിയിട്ടുള്ളതാണ്. സസ്പെൻഷനൊക്കെ കുറച്ച് കൂട്ടി, ഫ്രണ്ടിൽ 2 ലൈറ്റ് വെച്ച് ഇതൊക്കെയാണ്. ഞങ്ങൾക്ക് വണ്ടി എടുത്തോളം സിറ്റി 1 വരെ പോകണം. ഇപ്പോൾ 18 ഒരു 12-20 ആകുമ്പോൾ നമുക്ക് പോകാം ഗൈസ്. 12:30 ആകുമ്പോൾ സിറ്റി 1 റെസ്റ്റോറൻറ്റ് വരെ ഒന്ന് പോയിട്ട് വരണം. അവിടെയും കുറച്ച് പണിയൊക്കെ നടക്കുകയാണ്. അപ്പം ഇനി അവിടെ എന്തൊക്കെയാണെന്ന് പോയെന്ന് നോക്കണം. ഇതാണ് ഗൈസ് നമ്മുടെ ഫുൾ വ്യൂ. ഇനി നമ്മുടെ കാർ ഷെഡില്ലേ, അപ്പം അതിൻ്റെ മേലെ നമുക്ക് ഇനി ഒരു നിലയും കൂടെ വരുത്തണം ഗൈസ്. അപ്പം ഇനി അതാണ് നമ്മളെ ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് വേണ്ടി ചെറിയൊരു ഇത് വരുത്തേണ്ടി വരും. നമുക്ക് മേലെ ഒരു കാര്യം കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളും ബാക്കിയുണ്ട്. ഇനി അത് കഴിഞ്ഞ് വീഡിയോയിലേക്ക് വരാം. അപ്പം നമുക്ക് എഡിറ്റിങ് ചെയ്യാം വോയിസ്. അപ്പം നമ്മൾ എഡിറ്റിങ് എല്ലാം കഴിഞ്ഞു. അപ്പം ഇനി നമുക്ക് നേരെ കാർ എടുത്തുകൊണ്ട് അങ്ങ് പോവാം സിറ്റിയുള്ള റെസ്റ്റോറൻറ്റിലേക്ക്. അവിടെ എന്തൊക്കെ പണി നടന്നിട്ടുണ്ടെന്ന് നോക്കാം. അപ്പം നമുക്ക് അങ്ങോട്ടാണ് പോയി കാണുമ്പോട്ട് നമ്മളെ ശശാന്റെ വീട്ടിൽ ശശാനുണ്ടോയെന്ന് ചോദിക്കാം. ശശാന്റെ ഇന്നലെ നമ്മൾ കുറച്ച് പൈസ വെച്ചായിരുന്നു. അപ്പം അന്ന് കൊടുക്കാമെന്നാണ് പറഞ്ഞത്. ശശാണോ ഉണ്ടോ? ശശാണില്ലെന്നാണ് തോന്നുന്നത്. നമുക്ക് ഇനി അങ്ങ് പോയേക്കാം. എന്തൊരു ഇങ്ങനെ നടക്കുന്നു.
കുഴപ്പമില്ല, ഞാൻ ചതഞ്ഞ് ഒരു സൈഡ് മറിഞ്ഞ് കിടക്കുകയാണെന്ന്. ഇവിടെ തൊട്ടാണ് നമ്മുടെ ഈ റോഡ് വല്ലാണ് നമ്മുടെ വീടിൻ്റെ സ്ഥലം വരുന്നത്. ഈ മഴയെല്ലാം നമ്മളെയാണ്. അല്ലെങ്കിൽ ആർക്കാണെങ്കിലും ഏത് സമയമാണെങ്കിൽ ഇടിച്ചേറി വരാം. നമ്മൾ ഏത് സമയം ഈ വീട്ടിൽ തന്നെയുണ്ട്. നമുക്ക് വണ്ടി എടുത്തങ്ങ് പോയേക്കാം. എന്നിട്ട് എൻ്റെ ഫോൺ ഞാൻ അവിടെ വെച്ച് മറന്നെന്ന് തോന്നുന്നു ഗൈസ്. ഫോൺ എടുത്ത് എന്തായാലും ഭാഗത്തുനിന്ന് പോയി നോക്കാം ഗൈസ്. ഫോൺ എടുത്ത് എനിക്ക് ഫോൺ എടുത്തില്ലെന്ന് തോന്നുന്നു. ടി വി സ്റ്റാൻഡ് മേലാണ് വെച്ചിരുന്നേ. ഫോൺ എടുത്തല്ലോ. ഫോണുണ്ട് ഗൈസ്, നമ്മൾ മറന്നുപോയി. കുറച്ച് ഓർമ്മശക്തിയൊന്നും ഇല്ല ഗൈസ്, മറവിയാണല്ല. അപ്പം ഇനി അങ്ങ് പോയേക്കാം വണ്ടി എടുത്തുകൊണ്ട്. വണ്ടി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ എല്ലാവരും പറയണം കേട്ടോ. റോക്സ് എന്ന് പറയുന്ന വണ്ടി നമ്മളിപ്പം ഈ പബ്ലിക്കിലൊക്കെ കയറുവാണെങ്കിൽ ഈ വണ്ടി എങ്ങനെയുണ്ടെന്ന് നോക്കണം. എന്തോ ഒരു ഇഷ് ബഗ് ഉണ്ട് ഗൈസ്. എനിക്ക് ഹൈഡിയായിട്ട് കളിക്ക് വെക്കുന്നില്ല. ഇപ്പോൾ ബഗ്ഗാന്ന് തോന്നുന്നു. എനിക്ക് അത് ഇടുമ്പോൾ മൊത്തം ഓട്ടോ ബാക്ക് അടിക്കുന്നു. ഇത് ബഗ്ഗാന്ന് തോന്നുന്നു. 12:21 നമുക്ക് ഞാൻ പോയേക്കാം. ഹൈഡ് ചെയ്ത് ഇടണ്ട ഗൈസ്, അങ്ങനെ പോയേക്കാം. നമ്മളിനി അങ്ങനെയാണ് പോകണം. ഇപ്പോൾ വണ്ടി മൊത്തം ക്ലീനാക്കി ഇട്ടിരിക്കുകയാണ്. എന്തായാലും മഞ്ഞുള്ള റോഡിൽ കൂടെ പോകുമ്പോൾ അങ്ങ് എത്തുമ്പോഴത്തേക്ക് വീണ്ടും മഞ്ഞാണ്. പോയേക്കാം ഗൈസ്. നമ്മുടെ എക്സോസ്റ്റ് ആയതുകൊണ്ട് ഗൈസ് നമ്മൾ ഇന്നലെ കൊണ്ട് വെച്ചാണ്. ഇനി ബാഗർ കിറ്റൊക്കെ ഇന്ന് കൊണ്ടുപോയി ആഡാക്കണം. ഇനി സമയമില്ല, നാളെ കൊണ്ട് ആഡാക്കണം. അവിടെ സുഗണ്ണൻ്റെ കടയാണ്, ട്രോപ്പിക്കാണ് കൊണ്ടുപോയി ആഡാക്കുന്നതെല്ലാം. നമ്മൾ ട്രോപ്പിക്ക് നമ്മുടെ സുഗണ്ണ കണ്ട് എല്ലാം ഫാസ്റ്റിന് ചെയ്ത് തരും ഗൈസ്. വളമൊക്കെ ഇതൊക്കെ പോയില്ലെങ്കിൽ ഫുള്ള് ചെളിയിൽ മഞ്ഞാവും ഗൈസ്. അതാണ് നമ്മൾ ഇങ്ങനെ പോകുന്നത്, മഞ്ഞാവുന്നു ഗൈസ്. ഫ്രണ്ട് റോഡ് കാണുന്നില്ലല്ലോ. വന്നു ഗൈസ്. ഇവിടെ എപ്പോഴും ഈ കാര്യം പോകുമ്പോൾ റോഡ് കാണത്തില്ല, ഫുള്ള് ബഗ് ഇഷ്യൂസ് ആണ്. ഡഫാൻ്റെ ഫ്രണ്ട് മൊത്തം ചെളിയായി. അതിന് കൊണ്ടുപോയി ഇനി കരുവണം ഗൈസ്. എല്ലാം പണിയാണ്. ഈ പൈസ വന്നാൽ പെട്ടെന്ന് അങ്ങ് പോകും. ഹൈഡ് എന്താണെന്ന് ഇടാക്കാത്ത ഫുള്ളെന്തോ ബഗ്ഗാണെന്ന് തോന്നുന്നു. ഈ ഗെയിമിൽ ബഗ്ഗിലിരുന്ന ഗൈസ്, വീണ്ടും ബഗ്ഗാണെന്ന് തോന്നുന്നു ഗൈസ്. നമുക്കിനി എന്തായാലും സിറ്റി കണ്ട് അങ്ങോട്ടങ്ങ് വിട്ടേക്കാം. അടഞ്ഞ് റെസ്റ്റോറൻറ്റിന് എന്തൊക്കെ പ്രശ്നങ്ങളാണോ, അല്ല ജോലി തടസ്സങ്ങളെല്ലാം ഉണ്ടോ എന്നൊക്കെ പോയി നോക്കാം. ഗൈസ് ഞങ്ങൾക്ക് ഇനി അവിടെ എത്തിയിട്ടുള്ള ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പം ഗൈസ് ഞങ്ങൾക്ക് നേരെ അവിടെ അങ്ങ് പോയേക്കാം. ഗൈസ് നമ്മൾ ഇവിടെ റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. വേങ്ങാടിക്ക് ചെറിയൊരു പ്രശ്നമുണ്ടായി. അവിടെ പമ്പിൻ്റെ അവിടെ ചെറുതായിട്ടൊന്ന് പിള്ളേർ ഇന്ന്. അപ്പോൾ പിള്ളേരൊന്ന് പൊട്ടിക്കാൻ എക്സോസ്റ്റ് പൊട്ടിപ്പിച്ച ബാക്കിൽ നിന്ന് പോലീസ് അങ്ങനെ വന്ന് ഒരു 10,000 രൂപയും കയ്യിൽ നിന്ന് പോയി. വണ്ടി പിടിച്ചോണ്ട് പോകുമ്പോഴാണ് നമ്മളെ യൂട്യൂബ് ചാനലൊക്കെ കാണിച്ചുകൊണ്ട് വണ്ടി വ്ളോഗിലാന്ന് പറയാണ്ട് വണ്ടിയൊന്നും പിടിച്ചില്ല. ഇവിടെ മാറ്റങ്ങളൊന്നും വലുതായിട്ട് വരുത്തിയിട്ടില്ല. ഫ്രണ്ടിൽ ഒരു ഗേറ്റ് വെച്ചു, ഗ്ലാസിൻ്റെ ഗേറ്റ്. പിന്നെ ഡ്രൈവ് ത്രൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് അകത്തോട്ട് വരുന്നു. പിന്നെ ഇവിടെ 2 സെക്യൂരിറ്റികൾ അകത്തും വെളിയിലും 2 സെക്യൂരിറ്റികളെ വീതം നിർത്തിയിട്ടുണ്ട്. നമുക്ക് ഗേറ്റ് നടത്തേക്കാം. അകത്തും വെളിയിലും 2 സെക്യൂരിറ്റിമാർ വീതമുണ്ട്. മണ്ടേ കൂടെ പ്ലെയിനൊക്കെ നമ്മൾ പോകുന്നുണ്ട്. നമ്മുടെ പ്ലെയിനാണ് നമ്മൾ ഒഫീഷ്യൽ. അകത്ത് കയറാം. അകത്ത് കയറുമ്പോൾ 2 ആൾക്കാരവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നമ്മളെ ജോലി സ്റ്റാഫെല്ലാം നിൽപ്പുണ്ട്. കസ്റ്റമേഴ്സ് കുറവാണ് ഗൈസ്, കസ്റ്റമേഴ്സ് കുറവാണെന്ന് തോന്നുന്നല്ലോ. അകത്തോട്ട് കയറാം. അകത്ത് അവിടെ സ്റ്റാഫുണ്ട്. അല്ലേ കസ്റ്റമറൊക്കെ ഉണ്ട്, വരുന്നതേ ഉള്ളൂ. സമയം ആവുന്നേ ഉള്ളൂ, വരുന്നതേ ഉള്ളൂ. കസ്റ്റമേഴ്സൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. അല്ല വലുതായിട്ട് നമ്മളെ ഡേ ഇൻ മൈ ലൈഫൊന്നും ഇല്ല. കഥകളങ്ങ് അടച്ചേക്കുന്നത്. കഥകളൊക്കെ ഇത് ബഗ്ഗാണ് ഗെയിം മൊത്തം. ഇപ്പോൾ ബഗ്ഗേ വിടറോ. ഓക്കെ കഥ അടഞ്ഞു. 50,000 വട്ടം ഇട്ടിട്ട് കുത്തണം. ഇതുണ്ട് നമ്മൾ കാറൊക്കെ ഒന്ന് വരുന്നതേ ഉള്ളൂ. ആൾക്കാർ കുറച്ച് കാറൊക്കെ ഉള്ളൂ. കണ്ടു ഇച്ചിരി 1:19 1 മണിക്കൂറത്തെ യാത്രയാണ് ദിവസം നിന്നൊരു വരാൻ. അതിനിടയ്ക്ക് പിന്നെ പോലീസൊക്കെ പിടിച്ചുകൊണ്ട് പിന്നെ
ഇന്നത്തെ ദിവസം മൊത്തം പോക്കാണ്. ഇനി നമുക്ക് നേരെ വണ്ടി എടുത്തോണ്ടങ്ങ് പോവാം ഗൈസ്. അല്ല വേറെ മാറ്റവും കാര്യങ്ങളൊന്നും ഇവിടെ ഒന്നും ഇല്ലല്ലോ. എന്തായാലും വണ്ടി എടുത്തോണം, വേഗം ഗേറ്റ് അങ്ങ് തുറന്നിടാല്ലേ. പിന്നെ നമ്മളന്ന് ഗേറ്റ് തുറക്കണം. നമുക്ക് നേരെ വണ്ടിയുടെ അടുത്തേക്ക് വന്നു. വണ്ടി എടുത്തോണ്ട് അങ്ങ് നേരെ അങ്ങ് പോയേക്കാം. വണ്ടി എന്തായാലും കഴുകണം, അതാണ്. അത് കഴുകാൻ ഇവിടെ സിറ്റി വണ്ടി കഴുകാനാന്ന് തോന്നുന്നു പൈസ കുറവ്. ബാക്കിയുള്ളതൊക്കെ നല്ല 5000 മേളിൽ പോകും. ഇവിടെ 3000 2000 കണ്ടേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തായാലും പോയി വണ്ടി അങ്ങ് കഴുകിയേക്കാം. ഇവിടെ ഇനിയാണ് നമുക്ക് ഈ ഫ്ലാറ്റ് അങ്ങ് എടുക്കണം. കാരണം വെച്ചാൽ നമ്മൾ സിറ്റി അങ്ങ് അവിടെ നിന്ന് എന്താ വിൻ്റർ സീസൺ ഇനി ഇങ്ങനെ എന്തായാലും കുറേ സമയമാകും. വീട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഫ്ലാറ്റ് എടുക്കണം. എമൗണ്ടൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ കഴിച്ചു. എന്നിട്ട് ഈ 2 ഫ്ലാറ്റ് ഉണ്ട്, ഈ ഫ്ലാറ്റ് എടുക്കണം. അപ്പുറത്തെ ഒരാളെ എടുത്തെന്നാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞത്. പിന്നെ അതൊക്കെയാണ് ഗൈസ് ഇന്നത്തെ വിശേഷങ്ങൾ പറയാനല്ല. വലിയ ഡേ ഇൻ മൈ ലൈഫ് ഒന്നും ഇല്ല. വണ്ടി അങ്ങ് കഴുകിയേക്കാം. 2000 രൂപ ഗൈസ്. അടുത്ത വീഡിയോ കാണുന്നവരെ ഇത് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നിർത്തുന്നുണ്ട് ഈ വീഡിയോ. ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ താങ്ക് യു ഓൾ.